ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ഒരു പുതിയ ബോധ്യവും പുതിയൊരു ഉൾക്കാഴ്ചയും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകി തരും. ഇന്നത്തെ ഈ ദൈവവചനം ഒരു വലിയ അനുഗ്രഹമായി നിങ്ങൾക്ക് മാറും എന്നുറപ്പാണ്. കാരണം ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തോട് മാത്രം മതി എന്ന് പറയരുത്, ദൈവത്തോട് മാത്രം മടുത്തു എന്ന് പറയരുത്, ദൈവത്തോട് മാത്രം ഇല്ല എന്നും പറയരുത്. ഈ മൂന്ന് വിഷയങ്ങളെ ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ നൽകിക്കൊണ്ട് ഒരു പുതിയ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയാണ്. ഒത്തിരി മനുഷ്യർ പറയുന്ന ഒരു വാക്കാണ്, എൻ്റെ ജീവിതം എനിക്ക് മടുത്തു, ഈ ജോലി എനിക്ക് മടുത്തു, എൻ്റെ കുടുംബത്തിലെ ഇന്ന വ്യക്തികളോടുള്ള ഒപ്പമുള്ള എൻ്റെ ജീവിതം എനിക്ക് മടുത്തു, ജീവിതം മടുത്തു, മതിയായിരുന്നു, ഇത്രയൊക്കെ ജീവിച്ചത് മതി, ഇനി മരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചില ജീവിത സാഹചര്യങ്ങളിൽ പറഞ്ഞു പോകുന്ന വാക്കുകളാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേക കാര്യം എന്നെ വളരെയേറെ ബോധ്യപ്പെടുത്തി. ദൈവത്തോട് മാത്രം മതി എന്ന് പറയരുത്, ദൈവത്തോട് മാത്രം മടുത്തു, ഇല്ല എന്നീ വാക്കുകൾ പറയരുത്. വിശുദ്ധ ഗ്രന്ഥം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ് ഇത് നമ്മെ കൂടുതൽ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതായത് എപ്പോൾ ഞാൻ ദൈവത്തോട് മടുത്തു, മതി, ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ ജീവിതത്തിൽ മടുപ്പിക്കുന്നത് ദൈവമല്ല. എൻ്റെ ജീവിതത്തിൽ മടുപ്പിക്കുന്ന അനുഭവം തരുന്നത് തിന്മയാണ്, പിശാചാണ് ഒരു വ്യക്തിയെ ജീവിതത്തിൽ മടുപ്പിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ ഏത് സാഹചര്യത്തിലും മടുപ്പിക്കുന്നില്ല. എന്നാൽ നമ്മളെപ്പോഴാണോ ജീവിതം മടുത്തു എന്ന് ദൈവത്തോട് പറയുന്നത്, അത് നമ്മളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളുടെ ഒഴുക്ക് നിലച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതാ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഏലീശ പ്രവാചകൻ വഴി നൽകുന്ന വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീശായോട് പറഞ്ഞു. ഈ വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ്റെ ഭാര്യ ഏലീശ എന്ന പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് 2 കുട്ടികളാണുള്ളത്. എന്നാൽ ഏലീശ പ്രവാചക, എൻ്റെ ഭർത്താവ് മരിച്ചതിനോട് ചേർന്നുള്ള എൻ്റെ വലിയൊരു ദുഃഖമാണ്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കുറേ ആളുകളോട് പണം കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, ആ പണം കൊടുക്കാൻ ഒത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ കടം കൊടുത്തിട്ടുള്ള പല ആളുകളും എന്നെയും എൻ്റെ 2 മക്കളെയും കൂടെ വന്ന് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അവരെ കൊണ്ട്. അവർ പറയുന്നൊരു കാര്യം, എൻ്റെ 2 മക്കളെയും അവർക്ക് അടിമജോലി ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുക്കണമെന്നാണ് ഈ പണം കൊടുത്തിട്ടുള്ളവർ പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ 2 കുട്ടികളെയും അടിമജോലിക്ക് വിടാൻ എനിക്ക് മനസ്സില്ല, എനിക്കത് പറ്റില്ല, അവർ ചെറിയ പ്രായമുള്ളവരാണ്, അവരെ അടിമപ്പണിക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ഏലീശ പ്രവാചകനോട് ഈ സഹോദരി പറയുകയാണ്, ഞാൻ വലിയൊരു സങ്കടത്തിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തരണം. ഇത് കേൾക്കുമ്പോൾ 2-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഏലീശ പറഞ്ഞു, ഏലീശ അവളോട് പറഞ്ഞു, ഞാൻ എന്തു ചെയ്യണം എന്ന് നീ എന്നോട് പറയുക, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറയുക, നിൻ്റെ വീടിൻ്റെ കടം മാറ്റിത്തരണമെന്നാണ് ഏലീശായായ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, നിൻ്റെ വീട്ടിൽ എന്നാ ഉണ്ട്? ഏലീശ പ്രവാചകൻ ചോദിച്ച ചോദ്യം ഇതാണ്, നിൻ്റെ വീട്ടിൽ എന്നാ ഉണ്ട്? അപ്പോൾ ഈ സഹോദരി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആകെയുള്ളത് ഇപ്പോഴുള്ളത് 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഭരണി
എണ്ണ മാത്രമേ ഉള്ളൂ. ഈ എണ്ണ വിറ്റാൽ പോലും, എങ്ങനെ വിറ്റാലും ഇതാരുടെയും കടം വീട്ടാൻ ഒക്കത്തില്ല, കഴിയില്ല. ഏലീശ പ്രവാചകൻ ഒരു പ്രകാരം പറഞ്ഞു, നീ ചെന്ന് നിൻ്റെ വീട്ടിൽ ഒരു പാത്രത്തിൽ മാത്രം, ഒരു ഭരണി എണ്ണ ഉണ്ടല്ലോ, ആ ഒരു ഭരണി എണ്ണ ബാക്കിയുള്ള നിൻ്റെ വീട്ടിലെ കാലിയായിട്ടിരിക്കുന്ന ഒന്നുമില്ലാത്ത പാത്രങ്ങളിലേക്കെല്ലാം അത് ഓരോന്നായി പകരുക. എണ്ണയുള്ള ഭരണി, ആ ഭരണി തന്നെ എടുത്ത് ഓരോ പാത്രങ്ങളിലേക്കും അത് പകരുക. ഈ സഹോദരി ഏലീശ പ്രവാചകൻ പറഞ്ഞത് കേട്ട് 2 മക്കളോടും ചേർന്ന് വീടിൻ്റെ അകത്ത് കയറി വാതിലടച്ച് ഈ ഒരു ഭരണി എണ്ണയെടുത്ത് വീട്ടിലുള്ള ഫ്രീ ആയിട്ടിരുന്ന, കാലിയായിട്ടിരുന്ന, ഒന്നും ഇല്ലാതിരുന്ന ഒരു പാത്രത്തിലേക്ക് അത് പകർന്നപ്പോൾ ഒരു അത്ഭുതം കാണുകയാണ്. ആദ്യമുണ്ടായിരുന്ന ആ ഭരണിയിലെ എണ്ണ അതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭരണിയിലെ എണ്ണ അടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ അത് നിറയുകയും ചെയ്തു. ഇത് വീണ്ടും അത് 2 പാത്രം ഇപ്പോൾ നിറഞ്ഞു. ഒഴിച്ച ആ പാത്രവും നിറഞ്ഞു, ഒഴിക്കാൻ ആദ്യം എടുത്ത ഭരണി അത് നിറഞ്ഞു തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ സഹോദരി ആ വീട്ടിലെ മുഴുവൻ കാലിപ്പാത്രങ്ങളിലും ഈ എണ്ണ പകർന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആ വീട്ടിലെ മുഴുവൻ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞു. ഉടനെ ഈ സഹോദരി ഏലീശ പ്രവാചകനോട് ചോദിച്ചു, ഇഷ്ടം പോലെ എണ്ണ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലീശ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ മക്കളെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയൽ കുടുംബങ്ങളിലേക്ക് അയക്കുക. അയൽ വീടുകളിലേക്ക് അയച്ചിട്ട് അവിടെ ഉണ്ടാകും, ചില വീടുകളിൽ ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ കാലിയായിട്ടുള്ള പാത്രങ്ങളുണ്ടാകും, ഭരണികളുണ്ടാകും. അത് അവരെ കൊണ്ട് എടുപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അത് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള എല്ലാ പാത്രങ്ങളിലേക്കും അത് പകരുക. പിന്നീട് ഏലീശ പ്രവാചകൻ പറഞ്ഞത് കേട്ട് ഈ സഹോദരി 2 മക്കളെയും 2 സൈഡുകളിലേക്ക് അയച്ചു. ഓരോ വീടുകളിലേക്കും അയച്ച് അവിടെ ഏതെങ്കിലും പാത്രം വെറുതെ ഇരിപ്പുണ്ടോ, ഫ്രീ ആയിട്ടുണ്ടോ, കാലിയായിട്ടുണ്ടോ, അതെല്ലാം എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഏലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ എണ്ണ പകർന്നു. അങ്ങനെ പാത്രങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ടും എണ്ണയുടെ ഒഴുക്ക് ഒട്ടും കുറയുന്നില്ല. ഇഷ്ടം പോലെ എണ്ണ നിറഞ്ഞു. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരിയും 2 മക്കളും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഓ മടുത്തു. മക്കൾ 2 പേരും പറഞ്ഞു, മടുത്തല്ലോ അമ്മേ, ഈ പാത്രത്തിന് വേണ്ടി ഓടി മടുത്തു, മതിയായിരുന്നു എന്ന അർത്ഥത്തിൽ ചിന്തിച്ചപ്പോൾ മുതൽ വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുകയാണ്, അപ്പോൾ മുതൽ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു, സ്റ്റോപ്പായി. എപ്പോൾ മുതൽ? മടുത്തു. ദൈവം ഒരു നല്ല അനുഗ്രഹം ആ വീട്ടിലേക്ക് നൽകാൻ തുടങ്ങി. കുറേ അധ്വാനിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലൊരു മടുപ്പ് തോന്നുകയാണ്, മടുത്തു, മതിയായിരുന്നു എന്ന്, ഇനി പാത്രമൊന്നും ഇല്ല. അങ്ങനെ അവസ്ഥ. മടുത്തു എന്നും മതിയെന്നും ഇല്ല എന്നും ഒരിക്കലും ദൈവത്തോട് പറയരുത്. അത് ദൈവാനുഗ്രഹം നിന്നുപോകും, നിലച്ചു പോകും. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പല സങ്കടങ്ങളിലും നമുക്ക് തോന്നുന്നു, ഇത് മടുത്തു, മതിയായിരുന്നത്. മതി എന്ന് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കുന്നത് തിന്മയാണ്. നമ്മളെക്കൊണ്ട് മടുപ്പിക്കുന്നതും മതി എന്ന് പറയിപ്പിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിത അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം വളരെയേറെ പാവപ്പെട്ട കുടുംബങ്ങളിൽ വളർന്ന് പഠിച്ചു മിടുക്കനായി ഒരു കോൺട്രാക്ടറായി മാറിക്കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ സാമ്പത്തികമായി ഉയർന്നു, സാമ്പത്തിക ഭദ്രതയായി എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില ദിവസങ്ങളിൽ പണിക്കാരില്ലാത്ത അദ്ദേഹത്തിന് 26ഓളം വർക്കുകൾ ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. 26ഓളം കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പെൻഡിങ് കിടക്കുമ്പോൾ ആവശ്യത്തിന് പണിക്കാരില്ല. എന്നാൽ ഇഷ്ടം പോലെ ഓർഡറുകളാണ്. പുതിയ കെട്ടിടങ്ങൾ, വീടുകൾ പണിയാനുള്ള ഓരോരോ ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പണിയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഈ പണി മടുത്തു, മതിയായിരുന്നു, ഇത് പണിക്കാരുമില്ല, ആൾക്കാരുടെ ശല്യം, മടുത്തു എന്ന് ദൈവത്തോട് ഒരു ദിവസം അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ആ വർഷത്തോടുകൂടി എനിക്ക് എന്താണെന്നറിയില്ല, വർക്കുകളൊക്കെ അങ്ങ് വർക്കുകൾ കുറഞ്ഞ് പിന്നീട് ഒരു വർക്ക് പോലും, ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള, കെട്ടിടത്തിനുള്ള ഒരു പണി പോലും ഇല്ലാതായി. അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നു. അങ്ങനെ ആ സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഉള്ള ആ വ്യക്തിയിലൂടെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ദൈവസ്വരം ഇപ്രകാരമാണ് കേട്ടത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ട് അധ്വാനിച്ചിട്ട് പറയരുത്, മടുത്തു, മതിയായിരുന്നു എന്ന് പറയരുത്. അന്ന് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു സ്വരം ഇങ്ങനെയാണ് കേട്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച്
അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അല്പം പണിക്കാരില്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞുപോയി, മടുത്തു എന്ന് പറഞ്ഞു, മടുത്തു, മതി എന്ന് പറഞ്ഞു, ഇത്രയൊക്കെ പണി മതി. അങ്ങനെ ചിന്തിച്ചപ്പോൾ മുതൽ എൻ്റെ വർക്കില്ലാതായി. പിന്നീട് അദ്ദേഹം ഈ ഒരു കാര്യത്തെ തിരുത്തി അദ്ദേഹം ദൈവത്തോടൊരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ദൈവത്തോട്, ദൈവം തന്ന അനുഗ്രഹത്തോട് എൻ്റെ അധ്വാന നിമിഷങ്ങളിൽ ഞാൻ പറയില്ല മടുത്തു, മതിയായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ ഒരു ക്രിസ്മസ് ദിവസം 25-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി അദ്ദേഹം ഈ ഒരു പുതിയ തീരുമാനത്തോടെ ആ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞ് ആ സമയത്ത് അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി എനിക്ക് ദൈവകൃപയാൽ വർക്കുകൾ കിട്ടിയാൽ ഞാൻ ഒരിക്കലും എത്ര ദൈവം തന്ന അനുഗ്രഹം സ്വീകരിച്ചിട്ട് മടുത്തു എന്ന് പറയില്ല. അങ്ങനെ അദ്ദേഹം ഒരു 3-4 മാസങ്ങൾക്കകം അദ്ദേഹത്തിന് 16ഓളം വർക്കുകൾ അദ്ദേഹം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് ചോദിച്ചതാണ്, ഞാൻ ഒരു 60,000 രൂപയുടെ പള്ളിക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ആരാധനയ്ക്ക് ഉപയോഗിക്കുക അരളിക്ക മേടിച്ച് തരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ ദൈവം തന്ന അനുഗ്രഹം ഒരു വർക്ക് പോലും എനിക്കില്ലാതിരുന്ന എനിക്കിന്ന് 16ഓളം ഓർഡറുകളുണ്ട്, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വലിയ വലിയ ഓർഡറുകൾ എനിക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എന്നു മുതലാണ് തീരുമാനം എടുത്തത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് മടുത്തു, മതി എന്ന് ഞാൻ ആ പറച്ചിൽ അന്നത്തോടുകൂടി നിർത്തി. എൻ്റെ ദൈവം എന്നെ കൂടുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ ദൈവവചനം ഈ അനുഭവങ്ങളിലൂടെ എല്ലാം പഠിപ്പിക്കുകയാണ്. മടുത്തു എന്ന് പറയുന്ന അനേകരുണ്ട്. ഈ പണി മടുത്തു, ഈ ജോലി മടുത്തു, ഈ ജീവിതം മടുത്തു എന്ന് പറയുന്നവരുണ്ട്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ മടുത്തു എന്നും പറഞ്ഞ് പ്രതികരിക്കരുത്. മടുത്തു എന്നും മതി എന്നും ദൈവത്തോട് പറയരുത്. അത് അനുഗ്രഹത്തിൻ്റെ വാതിൽ അടഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഇത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ജോബ് ദൈവഭക്തനായിരുന്നു എന്ന് 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ജോബ് നിഷ്കളങ്കനായിരുന്നു, നീതിനിഷ്ഠനായിരുന്നു, വലിയ സമ്പന്നനുമായിരുന്നു ജോബ് എന്നയാൾ. പക്ഷേ ഈ ജോബ് എന്ന വ്യക്തിയുടെ സമ്പത്തും ഉള്ള എല്ലാ കാര്യങ്ങളും ജോബിൽ നിന്ന് പതുക്കെ പതുക്കെ നഷ്ടമായി തുടങ്ങുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നത്. ജോബ് വളരെയേറെ ദൈവഭക്തനായി ജീവിച്ചു, നീതിനിഷ്ഠനായി ജീവിച്ചു, സത്യസന്ധനായി ജീവിച്ചു, ദൈവത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടവനായി ജീവിച്ചു ഈ ജോബ്. എന്നാൽ ജോബിൻ്റെ 1-ാം അധ്യായം 13 മുതൽ ജോബിന് പുറകോട്ട് പോകാൻ തുടങ്ങി. ജോബ് സാമ്പത്തികമായി പുറകോട്ട് പോയി. ജോബിൻ്റെ കുടുംബത്തിൽ നിന്ന് പലതരം അനർത്ഥങ്ങളുണ്ടായി. ജോബിൻ്റെ ശരീരത്തിൽ തന്നെ രോഗങ്ങളുണ്ടായി. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജോബ് എന്ന നീതിമാൻ, ജോബ് എന്ന ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച ഈ വ്യക്തിക്ക് കടന്നു പോകേണ്ടതായി വന്നു. ജോബ് എന്ന വ്യക്തി സങ്കടത്തിലൂടെ കടന്നു പോകുന്നത് ജോബിൻ്റെ ഭാര്യ മനസ്സിലാക്കി. 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ജോബാണ് സങ്കടത്തിലൂടെ കടന്നു പോകുന്നത്. ജോബാണ് വലിയ ശരീരത്തിൽ വലിയ വ്രണങ്ങളും മുറിവുകളും ഒക്കെ പറ്റിയ രോഗങ്ങളായിട്ടിരിക്കുന്ന അവസ്ഥ. എല്ലാവരാലും ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജോബിൻ്റെ ഭാര്യ അടുത്തു വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ അടുത്തു വന്ന് അവനോട് പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക നിങ്ങൾക്ക് മടുത്തില്ലേ? ദൈവത്തോട് ചേർന്ന് നിന്ന് ഇത്രയൊക്കെ പോരെ, മടുത്തില്ലേ, മതിയായില്ലേ എന്ന് ജോബിൻ്റെ ഭാര്യ ജോബിനോട് ചോദിച്ചു. പലരും ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നമ്മളോട് ചോദിക്കും, മതിയായില്ലേ, ഇപ്പം കുറേ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ, ഇപ്പം ആവശ്യത്തിന് കിട്ടിയില്ലേ, മടുത്തില്ലേ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ജ്ഞാനമില്ലാത്ത വ്യക്തികൾ അന്നേരം പ്രതികരിക്കും, ശരിയാ മടുത്തു, ഈ വ്യക്തി പറഞ്ഞ് ശരിയാ, മടുത്തു, മതി എന്നൊക്കെ നമ്മൾ പ്രതികരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ള ജോബ് പറയുകയാണ്. ജോബ് 2-ാം അധ്യായം 10-ാം വാക്യം. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയരുത് നീ. ഇവിടെ ഭോഷത്വം ഒന്നും പറഞ്ഞിട്ടില്ല. ന്യായമായ രീതിയിൽ ചിന്തിച്ചാൽ ജോബിൻ്റെ ഭാര്യ എന്ത് ഭോഷത്വമാണ് പറഞ്ഞത്? ഇത്രയും അവസ്ഥകൾ, വളരെ തകർച്ചയും ദാരുണമായ സാഹചര്യങ്ങളും കണ്ടപ്പോഴാണ് ജോബിൻ്റെ ഭാര്യ ഈ രീതിയിൽ പറഞ്ഞത്. എന്നാൽ ജോബ് പറയാണ്, ജോബ് പറഞ്ഞത് ഇങ്ങനെയല്ല, ജോബ് പറഞ്ഞത് ഇങ്ങനെയല്ല. എന്ത് പറഞ്ഞില്ല? ഇത് ശരിയാ, നീ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു,
എനിക്കൊരു മണ്ടത്തരം പറ്റിപ്പോയി എന്നല്ല പറഞ്ഞത്. ജോബ് ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനാ ഈ ഭോഷത്വം പറയുന്നത്? ഈ ഭോഷത്വം നീ എന്തിനാ എഴുന്നള്ളിക്കുന്നത്? നീ അങ്ങനെ നിർത്തുക. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മയും സ്വീകരിക്കാൻ മടിക്കുകയോ? ഒന്നിലും ജോബ് നാവുകൊണ്ട് പോലും പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാവുകൊണ്ട് പോലും എന്താണ്? നാവുകൊണ്ട് പോലും പാപം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നാവുകൊണ്ടാണ് പറയുന്നത് മടുത്തു എന്ന്, മതി എന്നൊക്കെ നാവുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ചില വ്യക്തികളോട് എൻ്റെ ഈ സാഹചര്യത്തിൽ ഞാൻ മടുത്തു കേട്ടോ എന്ന് നാവുകൊണ്ടാണ് പറയുന്നത്. ജോബ് കൃത്യമായിട്ട് പറയുകയാണ്, നാവുകൊണ്ട് പോലും പറയരുത്. നീ ഭോഷത്വമാണിപ്പോൾ പറഞ്ഞത്. ഏതാ ഭോഷത്വം പറഞ്ഞത്? ഇത് മടുത്തു, ഈ സങ്കടമൊക്കെ വന്നപ്പോൾ മടുത്തു എന്ന് പറഞ്ഞത് ഭോഷത്വമാണെന്ന് ജോബ് പറയുന്നു. ഈ ഒരു രോഗാവസ്ഥയിൽ ഇത് വേണ്ട, ഇത് മടുത്തില്ലേ, മതിയായില്ലേ എന്ന് ചോദിച്ചത് ഭോഷത്വമാണെന്ന് ജോബ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മടുത്തു എന്ന് മാത്രം ജോബ് പറയുന്നില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ജോബ് എന്ന വ്യക്തി കൂടുതൽ, ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഇരട്ടിയായി അനുഗ്രഹിച്ച അവസ്ഥയെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിതത്തിൽ ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ, ഈ ദൈവവചനത്തിലൂടെ ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മനസ്സിലാക്കേണ്ട ആത്മീയ യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൽ മടുക്കരുത്. മതി എന്ന് ദൈവത്തോട് പറയരുത്, വേണ്ടായിരുന്നു എന്ന് പറയരുത്. ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും മടുപ്പിക്കുന്നത് ദൈവമല്ല, അത് തിന്മയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ ഒരു ദൈവവചനത്തിലൂടെ ഒരു പുതിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ജീവിതത്തിൻ്റെ പല പ്രതികൂലങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ഒരു മടുത്ത അവസ്ഥയിലായിരിക്കും. ഈ ജീവിതം തന്നെ മതി എന്ന് ഒരു 10 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. എന്നാൽ ഓർത്തുകൊള്ളുക, ദൈവവചനം ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള സന്ദേശമാണ്. മടുത്തു എന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിനുള്ള എല്ലാ പ്രേരണകളും നൽകിക്കൊണ്ടിരിക്കുന്നത് തിന്മയാണ്. അത് ദൈവമല്ല. ദൈവം നമ്മുടെ ജീവിതത്തെ ഏത് സമയത്തും കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഏത് സമയത്തും നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, താഴ്ത്തുന്ന ദൈവമല്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ കാണുന്നത് താഴ്ത്തിക്കളയുന്ന, പരാജയപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തിക്കളയുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, നമ്മെ കൂടെ നിന്ന് ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. എത്രയോ പരാജയപ്പെട്ട വ്യക്തികളെയും ദൈവം വീണ്ടും ആ വ്യക്തികളെ കൂടെ നിർത്തി വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മൾ കണ്ട ആത്മീയ യാഥാർത്ഥ്യമാണ്, മടുത്തു, മതി എന്ന് പറയരുത്. ഒരു പക്ഷേ 1000 വട്ടം നമ്മൾ പറഞ്ഞ വാക്കായിരിക്കും മടുത്തു, മതി എന്ന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഈ ദൈവവചനത്തിലൂടെ ഒരു പുതിയ തീരുമാനമെടുക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുകയാണ്. മടുത്തു എന്ന് പറയരുത്. അതാണ് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ പ്രവാചകനിലൂടെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. സർവശക്തനായ ദൈവം പഠിപ്പിക്കുകയാണ്. എലീശ എന്ന വ്യക്തിയിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ബൈബിളിൽ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ വായിക്കുക. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ലാതിരുന്ന ഒരു കുടുംബം, ഒന്നുമില്ലാണ്ട് തകർന്നു പോയൊരു കുടുംബം, ആകെ ആ വീട്ടിലുണ്ടായിരുന്നത് ഒരേ ഒരു ഭരണി എണ്ണ മാത്രം. ആ ഒരു ഭരണി എണ്ണയാണ് ദൈവം വർദ്ധിപ്പിച്ച് ഇഷ്ടംപോലെ ഉള്ള ഒരു സമൃദ്ധമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത്. സമൃദ്ധമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റുമ്പോൾ അതേ വ്യക്തികൾ തന്നെ അവിടെ കുറേ അനുഗ്രഹങ്ങൾ വന്നപ്പോൾ അവർ ചിന്തിക്കുകയാണ്, മടുത്തു, ഇത്രയും മതിയായിരുന്നല്ലോ, ആവശ്യത്തിനായല്ലോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ മുതൽ ആ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു എന്ന് 4-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി ഇപ്പോഴുള്ള എണ്ണ എടുത്ത് വിറ്റിട്ട് കടം വീട്ടുക. പ്രിയപ്പെട്ടവരെ, ഇതിനെത്രയോ വർധനവും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. മടുത്തു എന്നും മതി എന്നും പറഞ്ഞപ്പോൾ ആ സമൃദ്ധിയുടെ അളവ് അവിടെ കുറഞ്ഞു, അവിടെ സ്റ്റോപ്പായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരും, ഉറപ്പാണത്. അത് യാഥാർത്ഥ്യമാണ്. ഒത്തിരി സങ്കടത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ദൈവാനുഗ്രഹം എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് അനുഗ്രഹം ഇങ്ങനെ വരും.
അപ്പോൾ കുറേ ആദ്യമൊക്കെ സ്വീകരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, നല്ല സന്തോഷം, ദൈവത്തിന് അനുഗ്രഹം. കുറേ കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഇത്രയൊക്കെ മടുത്തു, ഇത്രയൊക്കെ മടുത്തു, ഇനി ഓടാൻ വയ്യ, ഇനി അധ്വാനിക്കാൻ വയ്യ എന്ന് നമ്മൾ ചിന്തിക്കും. മടുത്തു എന്നും മതിയെന്നും ദൈവത്തോട് പറയരുത്. ഈ ഒരു പുതിയ ബോധ്യമാണ് ഇന്നത്തെ ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് സർവ്വശക്തനായ ദൈവം നൽകി അനുഗ്രഹിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മൾ കേട്ട 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ, ജോബിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായത്തിൻ്റെയും പകുതി വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത് മടുത്തു എന്നും മതി എന്നും പറയരുത് എന്ന വ്യാഖ്യാനമാണ്, എന്ന ദൈവവചനമാണ്. ഇത് നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ജീവിതത്തിലൊരു പുതിയ ഒരു ബോധ്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളൊരു പക്ഷേ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെക്കാൾ കൂടുതൽ സഹിക്കുന്ന വ്യക്തി ഞാനാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ആൾ ഞാനായിരിക്കും എന്നൊരു പക്ഷേ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും നിങ്ങൾ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരിക്കലും പറയരുത്, ജീവിതത്തിൽ ഞാൻ മടുത്തു, ഇന്ന കാരണങ്ങളാൽ എനിക്കിത് മതിയായി പറയരുത്. ഈ സാഹചര്യങ്ങളൊക്കെ മാറി നല്ലൊരു സന്തോഷമുള്ള സാഹചര്യം സർവ്വശക്തനായ ദൈവം എനിക്ക് നിങ്ങൾക്ക് ഒരുക്കി തരും. കാരണം നമ്മുടെ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുന്ന ദൈവമാണ്, സങ്കടത്തിലേക്ക് താഴ്ത്തുന്ന ദൈവമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒരിക്കലും ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് സങ്കടത്തിലും മടുത്തു, മതി, ഇല്ല എന്ന് പറയരുത്. ഈ ഒരു വലിയ കൃപ സർവശക്തനായ ദൈവം ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.